സാധാരണയായി വീടുകളിൽ അമ്മമാർ കുഞ്ഞുങ്ങൾ കാണാതെ പലഹാരങ്ങൾ ഒളിപ്പിച്ച് വെക്കാറുള്ളത് സാധാരണ സ്ഥലത്താണ്, അതായത് മറ്റുള്ളവർ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത്. അങ്ങനെ തന്നെയാണ് വീടിൻ്റെ താക്കോലും നമ്മൾ ഒളിപ്പിച്ച് വെക്കാറുള്ളത്, ആരും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത്. പക്ഷെ അതൊരു സാധാരണ സ്ഥലമായിരിക്കും. തിരുപ്പിറവിയുടെ വിവരണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിസാധാരണമായ 2 പേരുകൾ നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിക്കാറുണ്ട്. ഒന്ന്, യേശു ജനിച്ച സ്ഥലമാണ് ബത്ലഹേം. രണ്ടാമത്തത്, ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഇരുന്ന ഒരു കൂട്ടം ആളുകളാണ്, ഇടയന്മാർ. ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ എപ്പോഴും സാധാരണത്വത്തിലാണ്. വിശ്വാസത്തിൻ്റെ കണ്ണുകൾക്കേ അവയെ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ബത്ലഹേം എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ അപ്പത്തിൻ്റെ നാട് എന്നാണ്. മനുഷ്യരുടെ അപ്പമാകാൻ വേണ്ടി ജനിച്ചവൻ ജനിക്കാനായി ഇവിടം തന്നെ തിരഞ്ഞെടുത്തതിൽ ഒട്ടും അതിശയോക്തിയില്ല. ഇനി ആട്ടിടയന്മാരെക്കുറിച്ച് ചിന്തിച്ചാൽ, യഹൂദ സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ളവരായിരുന്നു അവർ. അങ്ങനെ ഒരു കൂട്ടർ ഉള്ളതായി പോലും യഹൂദ സമൂഹത്തിലെ ആരും ശ്രദ്ധിച്ചിരുന്നതേയില്ല. ആടുകളോടൊപ്പം മലഞ്ചെരുവുകളിൽ കഴിഞ്ഞിരുന്നവർ, ഊഴം വെച്ച് ഉറക്കമിളച്ച് തങ്ങളുടെ സമ്പാദ്യമായ ആടുകളെ സംരക്ഷിച്ചിരുന്നവർ, രോഗം വന്നാൽ അവയെ ശുശ്രൂഷിക്കുന്നവർ, മുറിവേറ്റാൽ അവയെ തോളിലേറ്റി നടക്കുന്നവർ, അങ്ങനെയുള്ള ആ എളിമയുള്ള കൂട്ടരുടെ അടുത്തേക്കാണ് ദൈവം തൻ്റെ പുത്രൻ ജാതനായ വിവരം അറിയിക്കുവാൻ വേണ്ടി മാലാഖമാരെ ആദ്യം പറഞ്ഞയച്ചത്. രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്ന സദ്വാർത്ത അറിയുമ്പോൾ ആദ്യം തന്നെ അവർ ചാടി എഴുന്നേറ്റ് ആവേശത്തോടെ പറയുന്നുണ്ട്, നമുക്ക് പോയി ദിവ്യ ശിശുവിനെ കാണാം, കണ്ടു വണങ്ങാമെന്ന്. ബത്ലഹേമിലേക്ക് പോകാൻ അവർ ചാടി പുറപ്പെടുകയാണ്. തിടുക്കത്തിലാണ് പുറപ്പെടുന്നത്. ആകെ സമ്പാദ്യമായിട്ടുള്ള ആടുകളെ ഉപേക്ഷിച്ച്, ആകെ ഉണ്ടായിരുന്ന സുരക്ഷിത സ്ഥാനവും ഉപേക്ഷിച്ചാണ് അവർ പോകുന്നത്. പ്രിയമുള്ളവരെ, നമ്മളുമൊക്കെ സുരക്ഷിത മേഖലയിൽ ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ വീടിൻ്റെ, നമ്മുടെ പ്രത്യയ ശാസ്ത്രങ്ങളുടെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ, അല്ലെങ്കിൽ നാം ആയിരിക്കുന്ന ചില ജോലികളുടെ ഒക്കെ സുരക്ഷിത സ്ഥാനത്ത്, അവയിൽ നിന്ന് വിട്ട് പുറത്തേക്ക് പോകണം, ദിവ്യ ശിശുവിനെ കാണണമെങ്കിൽ എന്ന് നമ്മെ മാലാഖമാർ അറിയിക്കാറുണ്ട്. പക്ഷേ അങ്ങനെയുള്ള അറിയിപ്പിനോട് നാം എങ്ങനെയാണ് പ്രതികരിച്ചിട്ടുള്ളത് എന്നൊന്ന് ചിന്തിച്ചു നോക്കുന്നത് നല്ലതാണ്. ബത്ലഹേം വരെ പോയാൽ നമുക്കെല്ലാവർക്കും ദിവ്യ ശിശുവിനെ കാണാം, വിശപ്പകറ്റാം, സമൃദ്ധിയിൽ വളരാം. പക്ഷേ ബത്ലഹേം വരെ പോകാൻ നാം തയ്യാറാകണം. ഇത് യാത്രയ്ക്കൊരുങ്ങാനുള്ള സമയമാണ്. വെറുതെ യാത്ര ചെയ്താൽ പോരാ, തിടുക്കത്തിൽ തന്നെ യാത്രയാവണം. ഇടയന്മാരെ പോലെ നമുക്കൊക്കെ ജീവിതത്തിൽ തിടുക്കമുണ്ട്, തിരക്കുകളുണ്ട്. പക്ഷെ നമ്മുടെ തിരക്കുകൾ പലപ്പോഴും പുതിയ വീട് വയ്ക്കാൻ, പുതിയ കാറ് വാങ്ങാൻ, വിദേശത്ത് ജോലി സമ്പാദിക്കുവാൻ, പഠനം പൂർത്തിയാക്കുവാൻ, വിവാഹം ചെയ്യുവാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാവും. ഇത്തവണ ഈ ക്രിസ്മസ് കാലത്ത് നമുക്ക് തിരക്കുണ്ടാവണം, തിടുക്കമുണ്ടാകണം. മറ്റെന്തിനേക്കാളും യേശുവിൻ്റെ അടുത്തെത്തുവാൻ, ദിവ്യ ശിശുവിനെ കാണുവാൻ. നമ്മിൽ പലരും ദിവ്യ ശിശു പിറന്ന പുൽക്കൂടിന് മുൻപിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. പക്ഷേ അകത്തുള്ളത് ദിവ്യ ശിശു ആണെന്ന് അറിയാത്തത് കൊണ്ട് നമ്മൾ അകത്ത് കടക്കുകയോ ശിശുവിന് കാഴ്ചകൾ സമർപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടാവില്ല. ഇത്തവണ ക്രിസ്മസിലേക്കും പുൽക്കൂടിലേക്കും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ഇടയന്മാരുടെ മാതൃകയാവണം നമ്മെ നയിക്കേണ്ടത്. നമ്മുടെ തിരക്ക് ദൈവത്തെ കാണുവാൻ വേണ്ടിയാവണം. നമ്മുടെ ഹൃദയത്തിലായിരിക്കണം പുൽക്കൂടുണ്ടാവേണ്ടത്. ആബേലച്ചൻ്റെ പ്രസിദ്ധമായ ഭക്തിഗാനം ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു എന്നുള്ളത് അവസാനിക്കുന്നത് എൻ്റെ ഹൃദയത്തിലാണ് ഈശ്വരൻ്റെ വാസം, സ്നേഹമാണ് അവിടുത്തെ രൂപം എന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ഹൃദയങ്ങൾ ബത്ലഹേം ആവണം. മറ്റുള്ളവർക്ക് വിശപ്പടക്കാനുള്ള ഭവനം കൂടി ആവണം നമ്മുടെ ഹൃദയം.